ഇന്ന് വ്യൂ പോയിന്റിൽ എന്നോടൊപ്പം കേരള കോൺഗ്രസ് ബി ചെയർമാൻ ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയാണ്. സോ വെൽക്കം. ശ്രീ ബാലകൃഷ്ണപിള്ള ഈ അടുത്ത കാലത്ത്, അതായത് അവസാനമായി ഒരു ദൃശ്യമാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ, ഞാൻ പറയുന്നത് മാതൃഭൂമി ന്യൂസിൽ ഉണ്ണി ബാലകൃഷ്ണനുമായി സംസാരിച്ചപ്പോൾ താങ്കൾ ആ ഇൻ്റർവ്യൂ കൺക്ലൂഡ് ചെയ്തത് ഞാൻ രാഷ്ട്രീയത്തിൽ ഒരിക്കൽ ചിരിക്കും, ആ ചിരിക്ക് വേണ്ടി കാത്തിരിക്കാമെന്നാണ്. KB ഗണേഷ് കുമാർ മന്ത്രിയാകുമ്പോഴായിരിക്കുമോ ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയുടെ ആ ചിരി ഉണ്ടാവുക? ഒരിക്കലുമല്ല. മന്ത്രിസ്ഥാനമായിട്ട് ഒരു ബന്ധമല്ല. ഞാൻ പൊളിറ്റിക്കലായിട്ടാണ് സംസാരിച്ചത്. എനിക്കൊരുപാട് പൊളിറ്റിക്കൽ ഗ്രീവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. UDF രൂപീകരിച്ചതിൽ ഏതാണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. ദീർഘമായി UDFന് വേണ്ടി ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സഹിച്ച ആളാണ്. പക്ഷേ UDFൽ നിന്ന് എനിക്ക് കിട്ടിയ, പുതിയ തലമുറയിൽ നിന്ന് കിട്ടിയ, പഴയ കരുണാകരനിൽ നിന്നോ അല്ലെങ്കിൽ CH മുഹമ്മദ് കോയ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരൊക്കെ അന്നുണ്ടായിരുന്നു, അവിടെ നിന്ന് കിട്ടിയതിനേക്കാളൊക്കെ വളരെ മോശമായ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയും പ്രായമായ, ഇത്രയും പരിചയസമ്പന്നനായ, ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരുപാട് കാലം ഉണ്ടായിരുന്ന, 22ാമത്തെ വയസ്സിൽ വെറും 21 പേരുള്ള KPCC എക്സിക്യൂട്ടീവിലും 8 പേരുള്ള AICCയിലും അംഗമായിരുന്ന എന്നോട് ഇന്ന് ജൂനിയേഴ്സായിട്ട് വന്ന പല ആളുകളും കാണിച്ച തെറ്റുകൾ, അവഗണന എന്ന് വേണമെങ്കിൽ പറയാം. അവഗണന. അതെ, ഞാൻ ഇടയ്ക്ക് വഞ്ചന എന്ന് പറഞ്ഞു. എനിക്ക് വഞ്ചന ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കിയ മാനസിക ക്ലേശത്തോട് എൻ്റെ സങ്കടം ഇപ്പോഴും നിൽക്കുന്നത്. അത് മാറുമ്പം ഞാൻ ചിരിക്കും. അത് രാഷ്ട്രീയമായിട്ടുള്ള ചിരിയാണ്. അല്ലാതെ ഗണേശനെ മന്ത്രിയാക്കുന്നതല്ലായിരിക്കുന്നു എനിക്ക് അത്ര വലിയ പ്രാധാന്യം. പിന്നെ അതും ഒരു അപമാനമാണ്. ഞങ്ങളെപ്പോലെ ബുദ്ധിമുട്ടിയ എല്ലാ പാർട്ടികളും മന്ത്രിമാരായിരിക്കുമ്പോൾ, ഒരംഗങ്ങളുള്ള മറ്റുള്ളവരെല്ലാം മന്ത്രിമാരായിരിക്കുമ്പോൾ അനാവശ്യമായ കാരണങ്ങൾ പറഞ്ഞ് രാജി നിർബന്ധമായിട്ട് എൻ്റെ അനുവാദം പോലും ഇല്ലാതെ, പാർട്ടിക്കാണല്ലോ മന്ത്രിസ്ഥാനത്ത്, പാർട്ടിയോടല്ലേ ആലോചിക്കാതെ മന്ത്രിസ്ഥാനം നിർബന്ധിച്ച് രാജിവെപ്പിച്ച അതിനുള്ള അപമാനം പരിഹരിക്കണം എന്നാഗ്രഹമുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് രണ്ടഭിപ്രായമുണ്ട്. പ്രധാനമായി താങ്കൾക്കറിയാം, വിഭാഗം മന്ത്രിസഭാ പുനഃസംഘടന എന്ന ആവശ്യത്തെ എതിർക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വളരെ നിർബന്ധമുണ്ടെന്നറിയുന്നു KB ഗണേഷ് കുമാറിനെ തിരിച്ച് മന്ത്രിസഭയുടെ ഭാഗമാക്കണമെന്ന്. ഗണേഷ് കുമാറിന് ഒരു തവണ കൂടി അവസരം കൊടുക്കേണ്ടതല്ലേ? ആദ്യത്തെ ഗണേഷ് കുമാറല്ലേ ഞങ്ങൾക്കുള്ളൂ MLA എന്നുള്ളതിലേക്ക്, അതിനെപ്പറ്റി സംശയമില്ലല്ലോ. അതായത് എനിക്ക് ഗണേഷ് കുമാറിൻ്റെ നേരം വകുപ്പെടുത്തതും, ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിയതും, വകുപ്പ് ഇന്നതാണെന്ന് തീരുമാനിച്ചതും ഒക്കെ പാർട്ടിക്ക് വേണ്ടി ഞാനാണല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ ഒരു വകുപ്പ് ഞങ്ങളെ അറിയിക്കുക പോലും ചെയ്യാതെ ഞങ്ങളിൽ നിന്നെടുത്ത് മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ആ കസേരയിൽ വേറെ ആരെങ്കിലും വയ്ക്കുകയോ ചെയ്തത് നീതിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അപമാനകരമാണ്. ഗണേശനെ മാറ്റണമെന്ന ആവശ്യം അതല്ല ഗണേശനെ മാറ്റണമെന്ന് പറഞ്ഞത്, ഗണേശൻ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാത്തതുകൊണ്ട് പാർട്ടിക്ക് വിധേയനാക്കണമെന്നേ പറഞ്ഞുള്ളൂ. വിധേയനാകാൻ തയ്യാറില്ല എന്ന് വന്നപ്പം മാറ്റമെന്ന് പറഞ്ഞു. അത് ഏത് പാർട്ടിക്കും ചെയ്യേണ്ട കാര്യം. അത് ഗണേശനായതുകൊണ്ടല്ല. എനിക്ക് പാർട്ടിയുണ്ട്. എൻ്റെ മകനാണോ വലുത്, പാർട്ടിയാണോ വലുതെന്ന് എന്നോട് ചോദിച്ചാൽ പാർട്ടിയാണ് വലുത്. അല്ല, അന്ന് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞിരുന്നത് KB ഗണേഷ് കുമാറിനെ പാർട്ടിയിൽ നിന്ന് അടർത്തിയെടുത്ത് സംരക്ഷിക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നുവെന്നാണ്. അന്ന് ഉന്നയിച്ച ആ ആക്ഷേപം ഇപ്പോൾ വാലിഡ് ആണോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനെപ്പറ്റി അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, ഗണേഷ് കുമാറിനെ പാർട്ടിയിൽ നിന്ന് അകറ്റിയതിൽ മുന്നണിയിലുള്ള പലർക്കും പങ്കുണ്ട്, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ. അത് ഞാൻ പറഞ്ഞത് അവിടെ നിൽക്കുക, പുത്തനായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ നേരത്തെ ഞാൻ ചോദിക്കുന്നത്, ഗണേശനെ പാർട്ടിയിൽ നിന്ന് അടർത്തിയെടുത്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. അതിനകത്ത് ആരൊക്കെ ഉണ്ടോ അവർക്ക് ഈ തൊപ്പി ആർക്ക് ചേരുമ്പോൾ അവർക്കിടാം. ഇപ്പോൾ KB ഗണേഷ് കുമാർ പാർട്ടിക്ക് വഴിപ്പെട്ട് കഴിഞ്ഞല്ലോ. സ്വാഭാവികമായും വഴിപ്പെട്ട് കഴിഞ്ഞു എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്. അതേ പറയാനൊക്കത്തുള്ളൂ. പുറത്ത് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതും UDFനകത്തു നിന്ന് തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നതും, UDF യോഗത്തിൽ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള സരിതയുടെ 23 പേജുള്ള കത്ത് എൻ്റെ പക്കലുണ്ടെന്നും, ഈ കത്ത് എൻ്റെ കയ്യിലുണ്ടായിട്ട്, ആ കത്തിൽ KB എൻ്റെ മകൻ്റെ പേരൊന്നുമില്ല, ഈ കത്ത് എൻ്റെ കയ്യിലുണ്ടായിട്ടും മന്ത്രിസഭയെ മറച്ചിടാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടും ഞാൻ അത് ചെയ്തില്ലല്ലോ മിസ്റ്റർ ഉമ്മൻചാണ്ടി, സ്വാഭാവികമായി ഞങ്ങൾക്ക് അവകാശമുണ്ട് ഇവിടെ ഒരു മന്ത്രി പദവിക്ക് കൂടി എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കത്ത് പുറത്തു വിടുമെന്ന് ഉമ്മൻചാണ്ടി വെല്ലുവിളിച്ചു എന്നൊക്കെ. അങ്ങനെ ഒന്നും ഒരു സംഭവമേ നടന്നിട്ടില്ല. ഇതാരാ ചോർത്തി കൊടുത്തതെന്ന് ഇന്നല്ലെങ്കിൽ നാളെ വെടിവരും. ഇങ്ങനൊരു ചർച്ച നടത്തിയിട്ടില്ല. സരിതയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല. എഴുത്തുണ്ടെന്ന് അന്നും ഇന്നും എന്നും ഒരിക്കലും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ എഴുത്തില്ല.
എൻ്റെ എഴുത്ത് ഞാൻ വായിച്ചിട്ടില്ല, എത്ര പേജുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എന്താ ഇനി കൂടുതൽ മറുപടി ഉണ്ടായത് പലപ്പോഴും പറഞ്ഞതല്ലേ, പലപ്പോഴും പറഞ്ഞതാണ്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞു എന്ന് ചോർത്തി കൊടുത്തതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. താങ്കൾ തന്നെ ചോദിച്ചല്ലോ നേരത്തെ, അതാണ് ഉദ്ദേശം. അതായത് ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്തേക്ക് വരികയും പുനഃസംഘടന വരികയും ചെയ്താൽ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കരുതിയ ആളുകളാണ് ഇത് പുറത്തു കൊണ്ടു കൊടുത്തത്. അതിനകത്ത് ഐ വിഭാഗമോ എ വിഭാഗമോ ഒന്നും എൻ്റെ ജോലിയിൽപ്പെട്ടതല്ല, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, അന്ന് ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത കോൺഗ്രസ്സുകാരുൾപ്പെടെയുള്ള ആളുകളോട് ചോദിക്കണം, ഇത് ശരിയാതെ ഒരു തെറ്റാണ്, ശുദ്ധമായ അസംബന്ധമാണ്, കളവാണ് ഈ പറയുന്നത്. അങ്ങനെ സംഭവം നടന്നിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഉത്തമ വിശ്വാസത്തിൽ അതിരിക്കുന്നവർക്ക് മുഴുവൻ അറിയാം. അത് ചോർത്തി കൊടുത്ത ആരാണെന്ന് എനിക്കറിയാം. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, അതൊക്കെ ഒരു സമയത്ത് വേണ്ടി വന്നാൽ അന്നേരം പറയാം. മന്ത്രിസഭ അനുവദനീയമായ അംഗസംഖ്യയിൽ എത്തി നിൽക്കുകയാണ്. അതെങ്ങനെ വന്നു അനുവദനീയമായ അംഗസംഖ്യ? ഞങ്ങളുടെ സീറ്റ് പിടിച്ചല്ലേ. അതെ, ബിരുദം അനുവദനീയമല്ല, ആ വാക്ക് ഞാൻ അംഗീകരിക്കുന്നില്ല. കേരള കോൺഗ്രസ് പിയുടെ പ്രതീതിയായി മന്ത്രിസഭയിൽ ആളില്ലാത്തിടത്തോളം അതിന് പരിസമാപ്തി എന്ന് പറയുന്നത് ശരിയല്ല. ഞങ്ങളില്ലാത്ത പരിസമാപ്തി എന്ന് പറയാം. ശരി, കെ.ബി. ഗണേഷ് കുമാറിനെ ഒഴിവാക്കിയപ്പോൾ ആ സീറ്റ് കൊടുത്തത് ഐ വിഭാഗത്തിൽ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കാണ്. സ്വാഭാവികമായും ഒരു മന്ത്രിയുടെ സ്ഥാനം തെറിപ്പിച്ചുകൊണ്ടായിരിക്കണം കെ.ബി. ഗണേഷ് കുമാറിനെ ഇനി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുള്ളൂ. അതൊന്നും എനിക്കല്ല. ആ തെറിപ്പിക്കുക എന്നുള്ള വാക്കൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. ഒന്നാമത് ആ വാക്കേ ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം തെറിപ്പിക്കുക അല്ലല്ലോ, ഞങ്ങളുടെ സീറ്റല്ലേ, ഞങ്ങളുടെ വേക്കൻസിയാണ്. ആ വേക്കൻസി ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ ആര് തെറിക്കുമെന്നൊന്നും ഞങ്ങളുടെ ജോലിപ്പെടുന്ന കാര്യമല്ല. കാരണം മന്ത്രിസഭ ഉണ്ടാക്കിയതിന് ശേഷവും 29ാമതൊരു മന്ത്രി എടുത്തതാണ്. മുസ്ലിം ലീഗിൻ്റെ 21ാമതൊരു മന്ത്രി എടുത്ത് ആരുടെയെങ്കിലും തെറിപ്പിച്ചോണം. അപ്പോൾ ആവശ്യം വന്നാൽ ഉപയോഗിക്കാനുള്ളത് അവിടെ ഇട്ടിരുന്നു. 21 ആകാവത് ഇട്ടിരുന്നു. അത് മുസ്ലിം ലീഗ് 5ാമതൊരു മന്ത്രിസ്ഥാനം ചോദിച്ചോ കൊടുത്തു. പക്ഷേ വകുപ്പൊന്നും കൊടുത്തില്ല, അവരുടെ വകുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ചെടുത്തു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വകുപ്പ് എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ കയ്യിലെത്തുന്നത്? അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കാലാകാലങ്ങളായി താങ്കളോടും താങ്കളുടെ പാർട്ടിയോടും കാണിക്കുന്ന അവഗണനയുടെ, വഞ്ചനയുടെ, മാറ്റി നിർത്തലിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴിത്. ഞാനത് മുഴുവൻ നിഷേധിക്കുന്നു. ആ പറഞ്ഞ ഒരു വാക്കുകളും ഞാൻ അംഗീകരിക്കുന്നില്ല. രാഷ്ട്രീയമായി പറയാനുള്ള കാര്യങ്ങളല്ലാതെ എനിക്ക് മുഖ്യമന്ത്രി എന്ത് ചെയ്തു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മുഖ്യമന്ത്രിക്ക് ഇത് ഗണേശനെ രാജിവെപ്പിച്ചയാളെന്നുള്ള നിലയിലും ഗണേശന് കൊടുത്ത ഉറപ്പിൻ്റെ പേരിലും, നേരത്തെ അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്, ഉറപ്പിൻ്റെ പേരിലും ഗണേശനെ തിരിച്ച് മന്ത്രിസഭയിൽ കൊണ്ടുവരാനുള്ള അധികാരവും അവകാശവും ധാർമ്മികമായി ഈ മുഖ്യമന്ത്രിക്കുണ്ട്. അദ്ദേഹം അത് ചെയ്യുമെന്നാണ് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത്. അത്രയുള്ളതിനെക്കുറിച്ച് പറയാം. അല്ല വഞ്ചനയൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, സ്വാഭാവികമായിട്ടും മുന്നാക്ക വികസന കോർപ്പറേഷൻ അല്ല, അത് ഇതുമായിട്ടൊരു ബന്ധമില്ല. അത് എന്നെ ക്യാബിനറ്റ് പദവി എന്ന് പറഞ്ഞാൽ ശർക്കര എന്ന് കള്ളാസിൽ എഴുതി നക്കിയാൽ ക്യാബിനറ്റ് പദവി എന്ന് പറഞ്ഞാൽ ഒരു ബോർഡല്ലേ ഉള്ളൂ. ഇപ്പോഴും എൻ്റെ കാറയിലാണ് ഞാൻ ബോർഡ് വെച്ചേക്കുന്നത്. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ബോർഡ് തന്നിട്ടുണ്ട് സർക്കാർ. ഞാൻ TA മേടിക്കുന്നില്ല, വീടില്ല, പോലീസുകാരില്ല, ടെലിഫോണില്ല, 36 പേഴ്സണൽ സ്റ്റാഫിനെ എടുത്തിട്ടില്ല. അതായത് മുന്നാക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ എന്ന പദവിയുടെ പേരിൽ മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെടാൻ പാടില്ല. അല്ല, അത് മന്ത്രിസ്ഥാനം നിഷേധിക്കുന്നതിന് ഒരു വിരോധം എനിക്കില്ല. കാരണം ഞാൻ അങ്ങോട്ട് ചോദിച്ചല്ല. UDF ഐകകണ്ഠ്യേന സമ്മർദ്ദം ചെലുത്തി അവസാനം 3 മാസം വരെ ഞാനത് സ്വീകരിക്കാതിരുന്ന് അവസാനം സ്വീകരിച്ച. പക്ഷേ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ നായർ സർവീസ് സൊസൈറ്റിയും, മുന്നോക്കമാണല്ലോ സർവീസ് സൊസൈറ്റിയും, ഈ രാജ്യത്തെ കർദിനാൾമാരുൾപ്പെടെയുള്ള തിരുമേനിമാരും നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചതാണ്. എപ്പോൾ വേണമെങ്കിലും അത് തിരിച്ചെടുക്കാം. കാരണം ഇത് അവാർഡ് ചെയ്ത് ചോദിച്ചല്ലല്ലോ, നിയമപരമായിട്ട് എപ്പോഴെങ്കിലും തിരിച്ചെടുക്കാം. എനിക്കതിൽ യാതൊരു താല്പര്യവുമില്ല. സത്യത്തിൽ ഇപ്പോൾ ഞാനൊരു അല്പം ആശയക്കുഴപ്പത്തിലും അവ്യക്തതയിലുമാണ്. കാരണം എന്താണ് കേരള കോൺഗ്രസ് ബിയുടെ ആവശ്യം? കെ.ബി. ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കണമെന്നാണോ? മുന്നാക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് അത് വളരെ വ്യക്തമാണ്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് അന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് ഏൽക്കുന്ന സമയത്ത് തന്നെ UDFൻ്റെ കമ്മിറ്റിയിലും UDFൻ്റെ ഈ കമ്മിറ്റിയിലും ഇത് R. ബാലകൃഷ്ണപിള്ള UDFൻ്റെ സ്ഥാപക നേതാവെന്നുള്ള നിലയ്ക്കും ഒരു പുതിയ കോർപ്പറേഷൻ വന്നതിൽ എല്ലാ വിഭാഗങ്ങളുടെയും അംഗീകാരം നേടാൻ കഴിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും ഇത് തുടക്കമെന്നുള്ള നിലയ്ക്ക് നേരെ കൊണ്ടുപോകുന്നുള്ള നിലയ്ക്കും
കേന്ദ്രത്തിലൊക്കെ പോയി ധാരാളം ഫണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും ആർ ബാലകൃഷ്ണപിള്ള ഏറ്റെടുക്കണം എന്ന് നിർബന്ധിച്ചുകൊണ്ട് ഏറ്റെടുത്തതാണ്. അതായത് ഇത് യുഡിഎഫിന്റെ പൊതു താല്പര്യത്തിന്റെയും നിർബന്ധത്തിന്റെയും ഭാഗമായി അവർക്ക് തിരിച്ചെടുക്കാം. പക്ഷേ മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് റൈറ്റാണ്. ഇത് റൈറ്റ് അല്ല. അത് രാജിവെക്ക പോലും വേണ്ട, എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം. അത് എല്ലാ കോർപ്പറേഷൻ ചെയർമാൻമാരെ പോലെ തന്നെ തിരിച്ചെടുക്കാം. മന്ത്രിസ്ഥാനം വേണമെങ്കിൽ ഈ മന്ത്രി പദവി എന്ന് പറയുന്നതും തിരിച്ചെടുക്കാം, ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ കൂടെ തിരിച്ചെടുക്കാം. ഈ മന്ത്രിസഭാ പുനഃസംഘടന എന്ന് പറയുന്നത് താങ്കൾക്ക് നന്നായി അറിയാമല്ലോ, അത് മുഖ്യമന്ത്രിയുടെ പ്രൊറഗേറ്റീവ് ആണ്, ഒരു സംശയവുമില്ല. പക്ഷെ അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല, വലിയ സമ്മർദ്ദം. എനിക്ക് പാർട്ടിക്കുള്ള കാര്യമൊന്നും, ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഇടപെടേണ്ടത് ഞാൻ എഴുതിയോ പറയുകയോ ചെയ്യുമ്പോൾ ഞാൻ ചിരിക്കുമല്ലോ, അന്നേരം പറയാം. ശരി, ദേശീയ തലത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയേറ്റപ്പോഴും കേരളത്തിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതിന്റെ കരുത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം കുറെ കൂടി ശക്തനാണ് എന്നല്ലേ ഈ പറഞ്ഞതിന്? അതിനൊരു സംശയമില്ല. പക്ഷേ ആ ശക്തി ആർജിച്ചു കൊടുത്തത് ഞങ്ങളും കൂടെ ചേർന്ന്. ഞങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. ഇവിടെ കൊല്ലം ജില്ലയിലെ 2 സീറ്റ്, മറ്റ് ചില സീറ്റുകളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ 5000-ലും 10000-ലും ഒക്കെ ജയിച്ച പല സീറ്റുകളിലും ഞങ്ങളുടെ വോട്ടുകൂടുണ്ട്. കാരണം അതിൻ്റെ പകുതി തിരിഞ്ഞു പോയാൽ ജയിക്കുമായിരുന്നില്ല. അത് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം കൊല്ലം മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ ഞങ്ങളുടെ സഹായം ഉണ്ടായിരുന്നു. ജയിച്ചവരും UDF-ഉം ജില്ലാ കമ്മിറ്റികളും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണക്കുകൂട്ടലിലും ഒക്കെ ഞാനുണ്ടായിരുന്നുകൊണ്ടാണ് ഈ സീറ്റുകൾക്ക് ഗുണം കിട്ടിയത് എന്ന് അവരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ല, എനിക്കിതിൽ അത്ഭുതം 2013 ജനുവരിയിൽ, ക്ഷമിക്കണം, ഈ വർഷം തന്നെ ആദ്യം ജനുവരിയിൽ താങ്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഞാൻ ഓർക്കുന്നു താങ്കൾ പറഞ്ഞത് ഈ സർക്കാരിന്റെ ഭരണത്തിൽ അപാകതകളുണ്ട്, UDF-ൽ കാര്യങ്ങൾ വ്യക്തമായി തീരുമാനിക്കുന്നില്ല, 1-2 കക്ഷികൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഇപ്പോഴും അത് തന്നെ പറയുന്നു. ഇപ്പം തന്നെ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഭരണം മികച്ചതാണ്, കാരണം ജനങ്ങൾക്ക് ദോഷമൊന്നുമില്ല, അവിടുത്തെ കൂട്ടേടിയിൽ. ഇപ്പം ഞാനൊരു കാര്യം പറയാം. പല കാര്യങ്ങളും ആലോചിച്ചു എന്ന് പത്രത്തിൽ വരുന്നു. പക്ഷേ 1-2 പേരുമായിട്ടേ ആലോചിക്കത്തുള്ളൂ. ആലോചിച്ചു എന്ന് പത്രത്തിൽ വരുന്നില്ലേ? ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഈ ജാർഖണ്ഡിൽ നിന്നും ബംഗാളിൽ നിന്നും പിള്ളേരെ കൊണ്ടുവന്ന കാര്യം, അതിന് ഞങ്ങൾക്കൊക്കെ അഭിപ്രായമുണ്ട്. കുറേ പാവപ്പെട്ട കുട്ടികൾ ഇവിടെ പഠിക്കാൻ വന്നതാണ്. അവർ പഠിക്കാനായിട്ട് വന്നതാണ്. പഠിക്കാൻ വന്ന കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. അതിന് വെറും നിയമം മാത്രം നുള്ളിക്കീറി നോക്കുന്നത് ശരിയൊന്നുമല്ല. ആഭ്യന്തരമന്ത്രി വളരെ അശ്രദ്ധയോടുകൂടി അതെനിക്കറിയില്ല. അദ്ദേഹത്തെ പറ്റി ഒന്നും അഭിപ്രായം പറയാനുള്ള ഒരു കഴിവ് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതിനുള്ള ഒരു ഇത് പരിചയമോ കാര്യങ്ങളോ ഒന്നും രമേശ് കുമാർ ഒഴിഞ്ഞപ്പോൾ കിട്ടിയ മന്ത്രിസ്ഥാനമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയുടെ എന്നെനിക്ക് അഭിപ്രായമില്ല. രമേശ് ചെന്നിത്തലയെ മന്ത്രിയാക്കണമെന്ന് ആവർത്തിച്ച് ആഗ്രഹിക്കുകയും പറയുകയും ചെയ്ത ആളാണ്. പക്ഷെ അത് ഞങ്ങൾക്ക് കിട്ടാനുള്ള മന്ത്രിസ്ഥാനം കൊടുക്കണം എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടാനുള്ള അത് ഉമ്മൻചാണ്ടിയും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. ഈ സരിത എഴുതിയെന്ന് പറയുന്ന കത്ത് കയ്യിലില്ല എന്ന് പറഞ്ഞല്ലോ. സരിതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ഈ TV-യിലും പത്രത്തിലും ആളുകൾ പറഞ്ഞുള്ള വിവരമല്ലാതെ സരിതയെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഒരിക്കൽ. അതായത് ഇവിടെ ഒരു സോളാർ വെച്ച് തരാമെന്നും പറഞ്ഞ് ഇവിടെ വന്നിരുന്നു. ഞാനൊരു ആപ്ലിക്കേഷൻ ഇതിൽ കൊടുത്തപ്പം, അപ്പോൾ ഇവിടെ സോളാർ വെക്കണമെന്ന് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നി അവർ പറഞ്ഞ അയച്ചാൽ ഇവിടെ കയറി നോക്കി. ഞാൻ പറഞ്ഞു അതിൻ്റെ കൊട്ടേഷനും കാര്യങ്ങളും തരാമെന്ന് പറഞ്ഞു. 2 മിനിറ്റ് കൂടെ ഒരു 3-4 പേരും ഉണ്ട്. അവർ എഞ്ചിനീയറാണ്. എന്നോട് പേര് പറഞ്ഞ് അന്ന് ലക്ഷ്മി എന്നാണ്. പിന്നെയാണ് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ കഥാപാത്രമാണ് സരിതയെന്ന് ഞാൻ അറിയുന്നത്. എനിക്ക് അവരോട് വിരോധമില്ല, അനുകൂലമില്ല. ഞാൻ അവരെ നേരെ സരിതയായിട്ട് ഞാൻ അവരെ കണ്ടിട്ടില്ല, ലക്ഷ്മിയായിട്ട് ഒരിക്കൽ കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ. അതെവിടെ എനിക്കറിയത്തില്ല. ഈ സരിത പറയുന്നത് അബ്ദുള്ളക്കുട്ടി ഉപയോഗിച്ചു, പലതരത്തിലുള്ള വൃത്തികേടുകൾ നടന്നു, അതിൻ്റെ സ്ഥലവും സന്ദർഭവും പേരും ഒക്കെ പറയാമെന്ന് പറഞ്ഞു. അത് പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ ഇരിക്കുന്ന ഒരു കേസാണ്. പക്ഷെ താങ്കൾ അതിനെപ്പറ്റി നിയമം അറിയാവുന്ന ആരും അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. കോടതി 164 സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ഒരു കേസ് സംസാരിച്ചാൽ സബ് ജുഡീസ് ആകും. ഞാനുണ്ട് അതിലേക്ക് കിടക്കണ്ട. പക്ഷെ ധാർമ്മികമായ ഒരു വശമില്ല. അബ്ദുള്ളക്കുട്ടി MLA അദ്ദേഹത്തിന് നേരെ ധാർമ്മികത ഓരോരുത്തരെയും ആശ്രയിച്ചും പാർട്ടിയെ ആശ്രയിച്ചും. ആർക്കാ ധാർമ്മികത? എവിടെയാ ധാർമ്മികത? ഇടതുപക്ഷത്തിന് ധാർമ്മികത പറയാൻ ഒക്കൂ? തെറ്റേലിനെ വീഴ്ത്തിയതാണ്. തെറ്റേലിൻ്റെ കാര്യം കിടക്കുമ്പോൾ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യം പറയുന്നത് എങ്ങനെയാ ഇടതുപക്ഷം?